എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ ക്രിയാറ്റിനെ സംബന്ധിച്ച് ഒരു ചെറിയ വിശദീകരണം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബർമാരിൽ ഒരാൾ അദ്ദേഹത്തിന് ക്രിയാറ്റിൻ കുറയാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് ഇട്ടു. അപ്പോൾ ക്രിയാറ്റിൻ കുറയാനുള്ള മാർഗം പറയുന്നതിന് മുൻപ് എന്താണ് ക്രിയാറ്റിൻ എന്നും ക്രിയാറ്റിൻ മനുഷ്യ ശരീരത്തിൽ എങ്ങനെ ഉണ്ടാകുന്നു, അത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ഒരാൾ മാത്രമല്ല, ഒത്തിരി ആളുകൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയൽ അനിവാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആദ്യാവസാനം വരെ കാണാൻ എല്ലാവരും ശ്രമിക്കുക. ക്രിയാറ്റിൻ എന്നത് നമ്മുടെ ശരീരത്തിലെ അമിനോ ആസിഡിൽ നിന്നും മസിലുകൾ ഉണ്ടാകാൻ രൂപപ്പെടുന്ന ഒരു വസ്തുവാണ്. നമ്മുടെ ശരീരത്തിന്റെ ആകൃതി നിലനിർത്തുന്ന മസിലുകളുടെ ഘടനയ്ക്ക് ഇത് വളരെ പ്രധാനമാണ്. ക്രിയാറ്റിന്റെ ഉപോൽപ്പന്നമാണ് ക്രിയാറ്റിൻ. ഇത് ശരീരത്തിൽ ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യവുമാണ്. ഇത് രക്തത്തിലൂടെ ചംക്രമണത്തിലേക്ക് കയറുകയും വൃക്കയും കരളും അതിന്റെ തോത് അല്ലെങ്കിൽ അളവ് നിലനിർത്തുന്നതിന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ക്രിയാറ്റിനെ വൃക്ക സ്വതന്ത്രമായി അരിച്ചെടുക്കുകയും അധികമുള്ളവ പുറന്തള്ളുകയും ചെയ്യുന്നു. ഇനി പറയുന്ന അളവിലാണ് ക്രിയാറ്റിൻ നമ്മുടെ ശരീരത്തിന് ആവശ്യം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായ അളവുകളാണ്. പുരുഷ ശരീരത്തിൽ 100 മില്ലിഗ്രാം രക്തത്തിൽ ഉണ്ടായിരിക്കേണ്ട ക്രിയാറ്റിൻ 0.8 മുതൽ 1.13 വരെയാണ്, അതായത് 1.13 വരെയും സ്ത്രീ ശരീരത്തിലേക്ക് ആവശ്യമുള്ളത് 0.6 മുതൽ 1.1 വരെ, അതായത് 1.1. ഈ അളവിനെ അടിസ്ഥാനമാക്കിയാണ് വൃക്കകളുടെ പ്രവർത്തനം സാധാരണഗതിയിലാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്. രക്തത്തിൽ ക്രിയാറ്റിൻ കൂടാനുണ്ടാകുന്ന കാരണം വൃക്കകളുടെ പോരായ്മ മാത്രമല്ല, മറ്റു ചില സംഗതികളുടെ നമ്മൾ കൂട്ടത്തിൽ അറിയേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് വൃക്കകൾ തകരാറിലായത് കൊണ്ടാണ് ക്രിയാറ്റിൻ കൂടുന്നത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. കരളിന്റെ പോരായ്മകളും നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളും പുകയിലയുടെ ഉപയോഗവും അതുപോലെ ശരീരത്തിലെ ജലാംശത്തിന്റെ കുറവും ക്രിയാറ്റിൻ കൂടുതൽ ആകുന്നതിന് കാരണമാകുന്നുണ്ട്. ഇത് വളരെ ലളിതമായി പരിഹരിക്കാൻ പറ്റുന്നതുമാണ്. അതുകൊണ്ട് ക്രിയാറ്റിൻ കൂടുതലുകൾ കൊണ്ട് വൃക്കകൾ തകരാറിലായി എന്ന് ആശങ്കപ്പെടാതെ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പിന്തുടരേണ്ടതാണ്. നമ്മുടെ ജീവിത ശൈലിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ചും ക്രിയാറ്റിൻ പോലുള്ളവ കൂടുതലുള്ള ആളുകൾ. ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ ആവശ്യമായിരിക്കുന്ന വെള്ളം കുടിക്കൽ വളരെ അത്യാവശ്യമാണ്. ധാരാളമായി വെള്ളം കുടിക്കേണ്ടതുണ്ട്. ഇനി പറയുന്ന രൂപത്തിലുള്ള പാനീയങ്ങൾ നിങ്ങൾ കുടിവെള്ളമായി ഉപയോഗിച്ചാൽ നിങ്ങളുടെ ക്രിയാറ്റിന്റെ അളവ് കുറയുന്നതിനും ഷുഗർ കുറയുന്നതിനും സഹായകരമാകും. തഴുതാമായിട്ട് തിളപ്പിച്ച വെള്ളം, ഞെരിഞ്ഞിൽ ഇട്ട് തിളപ്പിച്ച വെള്ളം, ഇനി അതല്ല ഇവ രണ്ടും ഒരുമിച്ച് ഇട്ട് തിളപ്പിച്ച വെള്ളവും കുടിക്കാവുന്നതാണ്. ഇത്തരം വെള്ളങ്ങളൊക്കെ നിങ്ങളുടെ ക്രിയാറ്റിൻ കുറയുന്നതിന് സഹായകരമാണ്. പപ്പായ, കിവി, മുന്തിരി, തണ്ണിമത്തൻ, മാങ്ങ, ആപ്പിൾ, സ്ട്രോബെറി തുടങ്ങി പൊട്ടാസ്യവും ഫോസ്ഫറസും അടങ്ങിയ പഴങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അനിവാര്യവുമാണ്. ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള ഏത്തപ്പഴം, ഓറഞ്ച്, തണ്ണിമത്തൻ, അവക്കാഡോ തുടങ്ങിയവയും പഴമായോ സ്മൂത്തിയായോ നിങ്ങൾ ഉപയോഗിക്കുക. പഴങ്ങളിൽ ധാരാളം ലയിക്കുന്ന നാരുകളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കുകയും വീക്കം കുറയ്ക്കുകയും വിട്ടുമാറാത്ത വൃക്ക രോഗം ഉള്ളവരെ ഈ രൂപത്തിൽ സഹായിക്കുകയും ചെയ്യുന്നു. ക്രിയാറ്റിൻ കൂടുതലുള്ള ആളുകൾ ഇനി പറയുന്നവ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്നും ക്രിയാറ്റിൻ കുറയുന്നവരെ ഒഴിവാക്കേണ്ടതാണ്.
മുട്ട, കോഴി തുടങ്ങി എല്ലാ തരത്തിലുള്ള മാംസാഹാരങ്ങളും നിങ്ങളുടെ ക്രിയാറ്റിൻ ലെവൽ സാധാരണ നിലയിൽ ആകുന്നത് വരെ ഒഴിവാക്കുക. പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പ്രോട്ടീൻ മരുന്നുകൾ, പുകയിലയുടെ ഉപയോഗം, മദ്യപാനം ഇതൊക്കെ ഉപേക്ഷിക്കുന്നത് നിങ്ങളുടെ ക്രിയാറ്റിൻ ലെവൽ സാധാരണ നിലയിലേക്ക് എത്തുന്നതിന് നിങ്ങളെ സഹായിക്കും. ക്രിയാറ്റിൻ സംബന്ധിച്ച ഈ ചെറിയ വീഡിയോ ഇവിടെ താൽക്കാലികമായി നിർത്തുകയാണ്. ഇത്തരം അറിവുകൾ മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.